ക്ലോക്കിൽ ഒരു നിശ്ചിത സമയം കാണിക്കുമ്പോൾ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുണ്ടാക്കുന്ന കോൺ കണ്ടുപിടിക്കാൻ വേണ്ടി പല രീതികൾ നമുക്കറിയാം. ഇപ്പം ഒരു മിനിറ്റിൽ മണിക്കൂർ സൂചി 1/2 ഡിഗ്രി തിരിയുമെന്നും മിനിറ്റ് സൂചി 6 ഡിഗ്രി തിരിയുമെന്നും നമുക്കറിയാം. അത് വെച്ച് നമുക്ക് കണക്കൂട്ടി കണ്ടെത്താം. അല്ലെങ്കിൽ 60H മൈനസ് 11m/2 എന്ന സൂത്രവാക്യം ഉപയോഗിച്ച് ഇവിടെ H എന്ന് ഉദ്ദേശിക്കുന്നത് മണിക്കൂറിനെ കാണിക്കുന്നു, M എന്ന് പറഞ്ഞ് മിനിറ്റ്സിനെ കാണിക്കുന്നു. അപ്പോൾ ഈ രീതിയിൽ സൂത്രവാക്യം ഉപയോഗിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാനിവിടെ പറയുന്നത് ഒരു എളുപ്പ വഴിയാണ്. അതായത് ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ചില പ്രത്യേക സമയങ്ങളിൽ കോഡ് കാണാൻ വേണ്ടിയിട്ട് ഒരു എളുപ്പ വഴിയുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം 3:15 3:15 ഇതാണ് സമയമെങ്കിൽ നമുക്കറിയാം ഈ 3ന്റെ 5 മടങ്ങാണ് 15. അതായത് മണിക്കൂറിനെ കാണിക്കുന്ന സംഖ്യയുടെ 5 മടങ്ങാണ് മിനിറ്റിനെ കാണിക്കുന്ന സംഖ്യ. എന്ന് പറഞ്ഞാൽ മണിക്കൂർ കാണിക്കുന്ന സംഖ്യയും അതുപോലെ മിനിറ്റിനെ കാണിക്കുന്ന സംഖ്യയും തമ്മിൽ അംശം വന്ന 1:5 ഇങ്ങനെ 1:5 എന്ന രൂപത്തിലാണ് മണിക്കൂറിൻ്റെയും മിനിറ്റിൻ്റെയും കാണിക്കുന്ന സംഖ്യകളെങ്കിൽ ഇതിൻ്റെ ആംഗിൾ കാണാൻ വേണ്ടി ഒരു എളുപ്പവഴിയുണ്ട്. ഈ മിനിറ്റിനെ കാണിക്കുന്ന സംഖ്യയുടെ നേരെ പകുതി കണ്ടെത്തിയാണ്. അതായത് 15 എന്ന സംഖ്യയുടെ പകുതി കണ്ടെത്തി എന്നിട്ട് നമുക്ക് 7 കിട്ടും. അപ്പോൾ 7 ഡിഗ്രി ആയിരിക്കും ഈ 3:15 ആകുമ്പോൾ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിൽ നടക്കുന്ന കോൺ. ഇനിയിപ്പോൾ 4:20 ആണെങ്കിൽ 4:20 ആകുമ്പോൾ അങ്ങനെ 4:20 ആകുമ്പോൾ 4ന്റെ 5 മടങ്ങാണ് 20. അപ്പോൾ അംശം വന്ന 1:5 തന്നെയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ മിനിറ്റിനെ കാണിക്കുന്ന സംഖ്യ 20 ആണ്. ആ 20ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 10 ഡിഗ്രി ആയിരിക്കും 4:20 ആകുമ്പോൾ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിൽ നടക്കുന്ന കോൺ. അതേപോലെ ഇപ്പോൾ 5:25 ആകുമ്പോൾ 5ന്റെ 5 മടങ്ങാണ് 25. അപ്പോൾ അംശം വന്ന 1:5 അങ്ങനെ ആകുമ്പോൾ ഈ മിനിറ്റിനെ കാണിക്കുന്ന സംഖ്യ 25 ആണ്. 25ന്റെ പകുതി എത്രയായിരിക്കും? 12 ആയിരിക്കും. ഇതാണ് ഈ 5:25 ആകുമ്പോൾ ഉണ്ടാക്കുന്ന മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിൽ ഉണ്ടാക്കുന്ന കോൺ. അതേപോലെ 6:30 ആകുമ്പോൾ 6ന്റെ 5 മടങ്ങാണ് 30. അപ്പോൾ 1:5 അംശത്തിലാണ്. അതുകൊണ്ട് 30ന്റെ പകുതി അതായത് 15 എടുത്താൽ അത്രയും ഡിഗ്രി ആയിരിക്കും ഈ 6:30 ആകുമ്പോൾ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിൽ ഉണ്ടാക്കുന്ന കോൺ. ഈ രീതിയിൽ നമുക്ക് കണ്ടെത്താൻ ഒരു എളുപ്പ വഴി ഉണ്ട്.